ഒരു പ്രശസ്തനായ സാംസ്കാരിക പ്രവർത്തകൻ്റെ ഒരു ഓഡിയോ ഭയങ്കര പ്രചരിക്കുന്നത് സാറിനെ ശ്രദ്ധപ്പെടുത്താണ്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഹിന്ദുത്വത്തോട് യാതൊരു കോംപ്രമൈസും നമുക്ക് കഴിയില്ല, എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനെയല്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരുപാട് ശരികളുണ്ട്, ആ ശരികളിൽ കുറേ ഭാഗം അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന്. ഇത് പറയാൻ കാരണം 3 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു ഡോക്ടർ വിശ്വനാഥൻ ചാത്തോത്തിൻ്റെ പേരിലൂടെ ഒരു സെമിനാർ ഇതേപോലെ തന്നെ ഈ വേദിയിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ച ചോദ്യം, ബ്രാഹ്മണിക്കൽ യുക്തിവാദമാണ് കേരളത്തിൽ ഇതുവരെ നിലനിന്നിരുന്നത്, ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ആക്ഷേപിക്കുകയായിരുന്നു യുക്തിവാദികളുടെ ജോലി, അത് ശരിയാണോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അത് ഞാൻ ഭാഗികമായി അംഗീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മതങ്ങളെ തൊടാൻ കൈവിറക്കുന്ന സാംസ്കാരിക നായകരെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നോട് ഒട്ടും യോജിക്കുന്നില്ല. അതായത് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ നമ്മൾ കൈവിറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബ്രഹ്മാണിക്കൽ യുക്തിവാദം, അത് യുക്തിവാദികളോട് ചോദിക്കുക, അവർ ബ്രഹ്മാണിക്കൽ യുക്തിവാദമാണോ നടത്തിയിരുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെയും അല്ലെ ക്രിസ്ത്യാനിറ്റിയെയും മാത്രം വിമർശിക്കുകയും ഹിന്ദു മതത്തെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുക എന്നാണല്ലോ അതിനകത്ത് വരുന്ന ഒരു കാര്യം. ബ്രഹ്മാണിക്കൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അറിവ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും എൻ്റെ ഒരു അറിവ് പ്രകാരം അവര് ഹിന്ദു മതമല്ലാതെ വേറെ ഒരു മതത്തെക്കുറിച്ചും കാര്യമായ വിമർശനങ്ങൾ കേരളത്തിൽ ഉന്നയിച്ചിട്ടില്ല, എക്സെപ്റ്റ് എടമറുകിന്റെ ഒരേ ഒരു പുസ്തകം മാത്രം. പിന്നീട് ജബ്ബാർ മാഷ് വന്നൊരു പുസ്തകം എഴുതി, എന്തുകൊണ്ട് ഞാൻ മുസ്ലിം അല്ല. അത് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് തന്നെ അദ്ദേഹം വന്ന, മറിച്ച് മുഖ്യധാര യുക്തിവാദികൾ ആരും തന്നെ ഇസ്ലാമിനെ അഡ്രസ്സ് ചെയ്തിട്ടേയില്ല. കിഡ്സ് ഗ്ലൗ വെച്ച് തന്നെയാണ് ഇസ്ലാമിനെ ചെയ്തിട്ടുള്ളത്. അത് കമ്മ്യൂണിസ്റ്റുകളാവട്ടെ, യുക്തിവാദികളാവട്ടെ, മറ്റ് സാംസ്കാരിക പ്രവർത്തകരാവട്ടെ, അവരെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇസ്ലാമിനെ ചെയ്യുന്നത്. അപ്പൊ ഇസ്ലാമിന് അലക്കലാണ്. അത് ഇസ്ലാമിനെ അലക്കൽ എവിടെയാ വന്നത്? യുക്തിവാദികൾ, മെയിൻ സ്ട്രീം യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിന്നല്ല ഇസ്ലാമിനെതിരെ അലക്കൽ വന്നത്, അത് സൈബർ ലോകത്താണ്. സൈബർ ലോകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല മനുഷ്യന്, അവന് സാധനത്തോട് അവന്റെ അഭിപ്രായം അറിയാം. മറിച്ച് മുഖ്യധാരാ സമൂഹത്തിൽ പിടുത്തമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനായാലും ഒരു രാഷ്ട്രീയക്കാരനായാലും ഒരു സാംസ്കാരിക പ്രവർത്തകനായാലും പിടുത്തമുണ്ട്, ഗ്രിപ്പ് അകത്തോട്ട് പിടിക്കും. പക്ഷേ സൈബർ ലോകത്ത് അത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇസ്ലാം വലിയ തോതിൽ സൈബർ ലോകത്ത്, ഇന്റർനെറ്റിൽ, ഫേസ്ബുക്കിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ്. അതിന് യുക്തിവാദി പ്രസ്ഥാനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോഴും ഇനിയിപ്പം ഞാൻ സമാനമായ ഒരുപാട് ആശയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഇസ്ലാമിനെതിരെ ഒരു 1, 2, 3, 4 പ്രസംഗങ്ങൾ അല്ലെ 5 പ്രസംഗങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന സോക്കോൾഡ് മതത്തിനെതിരെ പുസ്തകങ്ങൾ, എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം ആ മതത്തിനെതിരെയാണ്. അപ്പോൾ ഇത് ചെറിയ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു വിമർശനം വരുമ്പോൾ തന്നെ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കുക, ഇരവാദം ഉയർത്തി, ഈവൻ ചെറിയ തോതിലുള്ള ഡിസെന്റ് പോലും ഇല്ലാതാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്രഹ്മാണിക്കൽ എന്നൊക്കെയുള്ള പദം ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രഹ്മാണിക്കൽ ഓർഡർ, ഹെജിമണി എന്നൊക്കെ പറയുന്നത് ഇനി കേരളത്തിന്റെ ഒരു കോണ്ടസ്റ്റിൽ ബ്രാഹ്മണിസമോ ബ്രഹ്മാണിക്കൽ ഓർഡറിനെതിരെയൊക്കെ സമരം ചെയ്യുന്നവർക്ക് സുഖമായിട്ടിരുന്ന് സമരം ചെയ്യാം, ഘോരം സംസാരിക്കാം. ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. കാര്യം അങ്ങനെ അതിനെ ഒപ്പോസ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ല. ബ്രഹ്മാണിക്കൽ ഹെജിമണിക്കെതിരെയോ ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അങ്ങനെ ആയിരിക്കില്ല. കേരളത്തെ സംബന്ധിച്ചോളം വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബ്രഹ്മാണിക്കൽ സാധനത്തിനെതിരെ ഇങ്ങനെ അതരവ്യായാമം നടത്തിക്കൊണ്ടിരിക്കുക. അത് ഒരു ഷാഡോ വാറാണ്. എതിർവശത്ത് ഒപ്പോണൻസ് ഇല്ല, ഒന്നും വരാനില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു ഷാഡോ വാറാണ് ഇവിടുത്തെ വലിയ കൊടികെട്ടിയ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലായതുകൊണ്ട് പുറത്താണെങ്കിൽ ഞാൻ സമ്മതിച്ചതിനെ കുറച്ചുകൂടെയൊക്കെ വാലിഡിറ്റി ഉണ്ട്, ഇവിടെ ഇല്ല.